സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും പകൽ വാർത്തയിലേക്ക്. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന വാർത്ത. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ ചൊല്ലി ഇടത് കേന്ദ്രങ്ങളിലും വിമർശനം. സ്വതന്ത്ര സിനിമകളെ അവഗണിച്ചു, ബാലതാരങ്ങളെയും പരിഗണിച്ചില്ല. വേടന്റെ അവാർഡിലും ജൂറി ചെയർമാന്റെ പരാമർശത്തിലും വിവാദം. ആരോപണങ്ങൾ തള്ളി മന്ത്രി സജി ചെറിയാൻ. ആകെ വന്ന 137 ചിത്രങ്ങളിൽ 10% ക്വാളിറ്റി ഉള്ളത്. കുടുംബവാഴ്ചയ്ക്കെതിരായ ശശി തരൂരിന്റെ ലേഖനത്തിൽ ആഞ്ഞടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. രക്തസാക്ഷിയായി പുറത്തു പോകാനുള്ള തന്ത്രമെന്ന് വിമർശനം. രക്തസാക്ഷിയുടെ പരിവേഷം കിട്ടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത്. മൗനം തുടർന്ന് സംസ്ഥാന നേതൃത്വം. തരൂരിന്റെ ലേഖനം രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ലക്ഷ്യം വെച്ചെന്ന് BJP. വിയ്യൂർ ജയിലിലെ തടവുകാരൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. രക്ഷപ്പെട്ടത് കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ. ഭക്ഷണം കഴിക്കാൻ വിലങ്ങടിച്ചപ്പോൾ രക്ഷപ്പെട്ടെന്ന് തമിഴ്നാട് ഉദ്യോഗസ്ഥർ. തമിഴ്നാട് പോലീസിന്റെ മൊഴിയിൽ വ്യക്തത തേടി കേരള പോലീസ്. മദ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. തലയ്ക്കും നട്ടലിനും ഗുരുതര പരിക്ക്. പ്രതി സുരേഷ് കുമാർ റിമാൻഡിൽ. പ്രണയം നിരസിച്ചതിന് ആയൂരിൽ 19-കാരിയെ തീവെച്ചു കൊന്ന കേസിൽ പ്രതി അജിൻ കുറ്റക്കാരൻ. ശിക്ഷാവിധി മറ്റന്നാൾ. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാൾ വിധിയെഴുതുന്നത് 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കം. വീടുകൾ കയറിയുള്ള വിവരശേഖരണത്തിനാണ് തുടക്കം. വിവരശേഖരണം അടുത്ത മാസം 4 വരെ. ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടുത്തി കേന്ദ്രത്തിന്റെ പ്രചരണം. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിന് ഇന്ന് കത്തയക്കും. പദ്ധതി മരവിപ്പിക്കണമെന്ന ആവശ്യം. കത്തിന്റെ കരട് ഇന്ന് മുഖ്യമന്ത്രി പരിശോധിക്കും. സംസ്ഥാന സർക്കാരിന് വേണ്ടി കത്ത് നൽകുക പൊതുവിദ്യാഭ്യാസ വകുപ്പ്. വിശദമായി നോക്കാം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തെ ചൊല്ലി വിവാദം തുടരുന്നു. ബാലതാരങ്ങൾക്ക് അവാർഡ് നൽകാത്തതും അവാർഡ് പ്രഖ്യാപന വേദിയിൽ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് നടത്തിയ ചില പരാമർശങ്ങളുമാണ് ചർച്ചയാവുന്നത്. എന്നാൽ അവാർഡിനെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം സർക്കാർ തള്ളി. ബാലതാരങ്ങൾക്ക് അവാർഡ് നൽകാത്തതിനെതിരെ ബാലതാരം ദേവനന്ദയും രംഗത്തെത്തി. And I'm so happy to be a jury chairman of Kerala because when they called me, they said, we need an outsider who's experienced and we will not poke our hands into it and then we will let you take a decision. You know, that is not happening in the national awards and we see it when files and piles are getting awards. We know what is it. And I think if such sort of a jury and such of a national government, they don't deserve Mamuka. പ്രകാശ് രാജിന്റെ ഈ പരാമർശമാണ് വിവാദമാകുന്നത്. മമ്മൂട്ടിക്ക് അർഹതപ്പെട്ട അവാർഡാണെങ്കിലും അതിനെ ദേശീയ അവാർഡ് ജൂറിയുമായി കൂട്ടിക്കെട്ടിയതാണ് വിമർശനത്തിന് കാരണം. ദേശീയ അവാർഡ് പ്രത്യേക താൽപര്യത്തിലാണ് നൽകുന്നതെന്നുള്ള സംസ്ഥാന അവാർഡ് ചെയർമാന്റെ വിമർശനം അദ്ദേഹം പിന്തുടരുന്ന രാഷ്ട്രീയമാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് ഉയരുന്ന എതിർപ്പ്. വേടന് മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് നൽകിയതും ഇതോടൊപ്പം വിമർശന വിഷയമാകുന്നു. ഒരു കവിത എന്നൊക്കെ പറയുമ്പോൾ ധാരണകളുണ്ട്. സാധാരണ നമ്മൾ പറയണ പോലെ കുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതയാണ്, കുഞ്ചന്റെ തുള്ളലിന് മണികൊട്ടിയ കവിതയാണ്. അത്രയ്ക്കൊന്നും ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആസ്വാദകരുടെ മനസ്സിലേക്ക് ഒരു വെള്ളിടി വെട്ടത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനമാകാതെ അത് നോക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അതേസമയം അവാർഡ് നിർണയത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും പ്രതിഫലിച്ചില്ലെന്നായിരുന്നു സിനിമ അവാർഡ് പ്രാഥമിക ജൂറി അംഗം VC അഭിലാഷിന്റെ പ്രതികരണം. എന്റെ അറിവിൽ ഞാൻ പ്രാഥമിക ജൂറി അംഗമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ ഫൈനൽ ജൂറിയിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം, എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു തരത്തിലും ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നോ
അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള സ്വാധീനമോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വതന്ത്ര സിനിമകൾക്ക് ഒട്ടും പ്രാധാന്യം കിട്ടിയില്ലെന്ന വിമർശനവുമായി സംവിധായിക ശ്രുതി ശരണ്യവും രംഗത്തെത്തി. കുട്ടികളുടെ സിനിമകളെ അവഗണിച്ചതിനെതിരെ ബാലതാരം ദേവനന്ദയും വിമർശനമുന്നയിച്ചു. കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയെന്നും ദേവനന്ദ. എന്നാൽ സിനിമാ അവാർഡിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ എല്ലാം തള്ളിക്കളയുകയാണ് മന്ത്രി സജി ചെറിയാൻ. വിവാദങ്ങൾ കയ്യടിക്ക് വേണ്ടി മാത്രമുള്ളതെന്നാണ് മന്ത്രിയുടെ പരാമർശം. ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെന്റ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനേ നമുക്ക് ഇനി കഴിയും. ആ കാര്യത്തിൽ നിലപാടെടുക്കും. ഞാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ഇന്നലെ തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചെന്നാൽ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു കൂട്ടി ഇവര് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ അത് ഒരു കുറവല്ല, പല കുറവുകൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് നടപടിയുണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുടുംബവാഴ്ചയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ എഴുതിയ ലേഖനം ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി ബിജെപി. രാഹുൽ ഗാന്ധിയെയും RJD നേതാവ് തേജസ്വി യാദവിനെയും ലക്ഷ്യമിടുന്നതാണ് ലേഖനമെന്നാണ് ബിജെപിയുടെ വാദം. ഉൾക്കാഴ്ചയുള്ളതാണ് ലേഖനമെന്ന് പ്രതികരിച്ച ബിജെപി വക്താവ് ഷെഹ്സാദ് പുനേവാലെ താൻ തരൂരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായും പ്രതികരിച്ചു. The very insightful piece of Dr. Shashi Tharoor, where he has explained in great detail how Indian politics has become like a family business. And he started his article by quoting Congress's first family, which has in a sense legitimized the idea that political position and power comes as a birthright. This kind of candidness against the Nepo kids, against the Namdars of Congress, the first family of Congress, which puts Parivar above performance, which puts dynasty above talent and merit, is a brave attempt by Dr. Tharoor. He would remember that 7-8 years ago even I had attempted this, and whatever happened with me, I hope it does not happen with Dr. Tharoor. Anyway, Dr. Tharoor has recently shown mirror to Nepo kid Nawab Zada Rahul Gandhi on Operation Sindoor also. After that they have sidelined him. This is intolerant mindset of Congress because they put Parivar above Desh and above Dal. They put Parivar above performance and merit. So Dr. Tharoor has spoken a truth. It is an eternal truth that Congress is a first family bastion. It is a company of the first family. And I am just praying and hoping that there is no repercussions that Dr. Tharoor faces because of such truth spoken to the Nepo kid of politics, Mr. Rahul Gandhi, and also to the Nepo kid of Bihar, Mr. Tejaswi Yadav. ശശി തരൂരിന്റെ ലേഖനത്തിൽ ആഞ്ഞടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത്. രക്തസാക്ഷിയായി പുറത്തുപോകാനുള്ള തന്ത്രമെന്താണ് ഉണ്ണിത്താൻ വിമർശിച്ചത്. പുള്ളി ഒരു രക്തസാക്ഷിയുടെ പരിവേഷം കിട്ടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കുടുംബം മുഴുവൻ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത് നെഹ്റു കുടുംബം മാത്രമാണ്. സകല അതിർ വരമ്പുകളും ലംഘിച്ചിരിക്കുകയാണ് ശശി തരൂർ. സകല ലക്ഷ്മണ രേഖകളും ലംഘിച്ചിരിക്കുകയാണ്. 2 തെരഞ്ഞെടുപ്പുകൾ വിളിപ്പാട് അകലെ വന്ന് നിൽക്കുമ്പോൾ, കേരളത്തിൽ മാത്രം ബീഹാറിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇതിന്റെ അനുരണങ്ങൾ ഈ ബീഹാർ അടക്കം അതുപോലെ തന്നെ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടക്കം പ്രതിഫലിക്കുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിനും തരൂരിന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ട്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ തരൂർ എഴുതിയ ലേഖനത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളുടെ കുടുംബങ്ങളെ പേരെടുത്ത് പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത് ബീഹാർ രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും BJPക്ക് ആയുധമാകുന്നു, അല്ലേ? ദേശീയ തലത്തിൽ BJP ഇത് പ്രചരണ വിഷയമാക്കുകയാണ്. പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ നെഹ്റു കുടുംബത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നത് ദേശീയ തലത്തിൽ BJPക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത് ഉയർത്തിക്കാട്ടുകയാണ്. യഥാർത്ഥത്തിൽ തരൂർ തൻ്റെ ലേഖനത്തിൽ ലാലു കുടുംബത്തെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ലാലു കുടുംബത്തെയും തേജസ്വി യാദവിനെ ലക്ഷ്യം വെച്ചുകൂടിയാണ് തരൂർ ഈ നീക്കം നടത്തിയിരിക്കുന്നത് എന്നതാണ് BJP ഉയർത്തുന്ന ആക്ഷേപം. ഇത് സ്വാഭാവികമായും അവർക്ക് ആയുധമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ച് തരൂർ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളോട് കടുത്ത അതൃപ്തിയുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ചിലരൊക്കെ അത് പരസ്യമായി പറയുന്നുണ്ടെങ്കിലും മറ്റാരും അത് പരസ്യമായി പറയാൻ തയ്യാറായേക്കില്ല. പ്രത്യേകിച്ച് തരൂർ ഈ ഘട്ടത്തിൽ തുറന്നു പറയുന്നത് അത് ചർച്ചയാവുന്നത് കോൺഗ്രസിനകത്ത് വലിയ വെല്ലുവിളി ഉണ്ടാക്കും എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ
CPM അടക്കമുള്ളവർ അത് ആയുധമാക്കുകയും ചെയ്യും. അതുകൊണ്ട് കേരളത്തിൽ അത് പ്രതിഫലിക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടിയാണ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇന്നലെ തന്നെ VD സതീശനോട് ഇത് സംബന്ധിച്ച ചോദ്യമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹവും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ചില കാര്യങ്ങളൊക്കെ പരസ്യമായി പറയുന്നുണ്ട്. എന്തായാലും തരൂരിന്റെ നീക്കത്തോട് വലിയ അതൃപ്തി കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന നീക്കം തന്നെയാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. സജിത്ത്, ഈ കേരളത്തിൽ നേതാക്കൾ മൗനം പാലിക്കുമ്പോൾ പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞ കാര്യങ്ങൾ നേതാക്കളുടെ പൊതുവെയുള്ള അഭിപ്രായമല്ലേ? പല നേതാക്കൾക്കും തരൂരിന്റെ നീക്കം തരൂർ പുറത്തേക്ക് തന്നെ എന്ന നിലപാടുണ്ട്. പക്ഷേ അടുത്തിടെ തരൂർ നടത്തിയ മറ്റു ചില നീക്കങ്ങളെയാണ് ഈ സംശയങ്ങൾക്ക് ഇടം നൽകുന്നത്. കാരണം പൊതുവിൽ വലിയ വിമത നീക്കങ്ങൾ നടത്തിയിരുന്ന തരൂർ അടുത്തിടെ നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അടുത്തിടെ രൂപീകരിച്ച കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ കോർ കമ്മിറ്റിയിലടക്കം തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി യോഗങ്ങളിലും രാഷ്ട്രീയകാര്യ സമിതിയിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് തരൂർ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഈ ലേഖനമുണ്ടാവുന്നത്. കേരള വിഷയങ്ങളൊന്നുമല്ല പരാമർശിക്കുന്നത്, നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ അതുണ്ടാക്കുന്ന മൂർച്ച വളരെ വലുതാണ്. അതുകൊണ്ട് നേതാക്കൾക്കെല്ലാം കടുത്ത അതൃപ്തിയുണ്ട് കേരളത്തിലടക്കം. പക്ഷേ ഇതിൽ കരുതലോടെ നിലപാടെടുക്കുകയെന്നാണ് അവരുടെ തന്ത്രം. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിരവധി ക്രിമിനൽ കേസുകളിലെയും മോഷണ കേസുകളിലെയും പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ വ്യക്തത തേടി കേരള പോലീസ്. തമിഴ്നാട് പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ്. ബാലമുരുകൻ ആലത്തൂരിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ശേഷം കൈവിലങ്ങിട്ടിരുന്നില്ലെന്നാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ വിയ്യൂർ പോലീസിന് നൽകിയ മൊഴി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. ആജ്ഞ, ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ പോലും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ കുപ്രസിദ്ധ മോഷ്ടാവ്. കേരള പോലീസിന്റെ കൺമുന്നിൽ വെച്ച് ചാടിപ്പോയി. ഭവ്യ 54 കേസുകളിലെ പ്രതിയാണ് ഈ കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ബാലമുരുകൻ. ഈ 54 കേസുകളിൽ തമിഴ്നാട് പോലീസിന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 വർഷമായി വിയ്യൂർ ജയിലിൽ തടവിൽ തന്നെ കഴിയുകയാണ് ബാലമുരുകൻ. മറ്റൊരു കേസുമായി തമിഴ്നാടിന് അതുമായി ബന്ധപ്പെട്ട് ബാലമുരുകനെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തമിഴ്നാടിൽ പോലീസ് ബാലമുരുകനുമായി പോയിരുന്നത്. ഇന്നലെ രാത്രി 9:45 തിരിച്ച് എത്തിക്കാം, വിയ്യൂർ ജയിലിൽ തിരിച്ചെത്തിക്കാം എന്നുള്ള കണ്ടീഷനോട് കൂടിയായിരുന്നു കൊണ്ടുപോയിരുന്നത്. പക്ഷേ തിരിച്ചെത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആലത്തൂർ വെച്ചിട്ട് ബാലമുരുകന് ഭക്ഷണം വാങ്ങി കൊടുത്തിരുന്നു. അപ്പോൾ കൈവിലങ്ങ് അഴിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് കൈവിലങ്ങ് ഇട്ടിരുന്നില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് മാത്രമല്ല, ഈ പോലീസുമായി ബന്ധപ്പെട്ട തമിഴ്നാട് പോലീസ് നൽകിയിരിക്കുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്നുള്ള കാര്യത്തിലും കേരള പോലീസിന് സംശയമുണ്ട്. എന്തായാലും തമിഴ്നാട് പോലീസ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. അതേസമയം ബാലമുരുകന്റെ ചെരുപ്പ് ഈ കോമ്പൗണ്ടിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഇതിൽ വലിയ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ജയിൽ വളപ്പിൽ ഉൾപ്പെടെയുള്ള പരിശോധനയുണ്ട്. ജയിൽ വളപ്പിൽ, അതായത് ഈ 6 വർഷമായി ജയിലിൽ ഉണ്ടായിരുന്ന ആള് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ ജയിലിന്റെ ഒരു സ്ട്രക്ചർ മുഴുവൻ അറിയാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ജയിൽ വളപ്പിലേക്ക് മൂത്രമൊഴിക്കാൻ വണ്ടി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ജയിലിനടുത്തെത്തുമ്പോൾ വാഹനം നിർത്തുകയും ഒരു പോലീസുകാരനാണ് ഈ പ്രതിയോടൊപ്പം പുറത്തിറങ്ങുന്നത്. ആ ഒരു സമയത്താണ് ഇയാൾ ജയിൽ വളപ്പിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സാഹചര്യമുണ്ട്. ജയിൽ വളപ്പിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ്, ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഇവിടെ ഈ പ്രതി ഇതാദ്യമായി ചെയ്യുന്ന കുറ്റകൃത്യമല്ല, ഇയാൾ ഇതിനു മുൻപും ഇത്തരത്തിൽ ജയിൽ ചാട്ടം നടത്തിയ ആളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സുരക്ഷാ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എവിടെയാണിപ്പോൾ ഇയാൾക്കായി തിരച്ചിൽ നടക്കുന്നത്? രാവിലെ മുഴുവൻ വലിയ തരത്തിലുള്ള ഓടി പാഞ്ഞു നടക്കുകയായിരുന്നു പോലീസ്. അതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ആണ് ഒന്നാമതായി ബാക്കി നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇതിനു മുൻപ് ജയിൽ ചാടിയ സമയത്ത് ഈ പ്രതിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അന്നത്തെ റിപ്പോർട്ട്. അതേപോലെ ഇന്നും അയാൾക്ക് സഹായം ലഭ്യമാവാനുള്ള ഒരു സാധ്യത അതെത്രമാത്രമുണ്ട്? എന്താണ് പോലീസ് പറയുന്നത്? കാര്യമാണ് ഭവ്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള പോലീസ് പരിശോധിച്ച് വരുന്നതാണ്. കാരണം ഞായറാഴ്ചയാണ് ഇവിടെ നിന്നും ബാലമുരുകനെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കൊണ്ടുപോയിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം 9:45 വിയ്യൂർ ജയിലിൽ തിരിച്ചെത്തിക്കാമെന്നുള്ള കണ്ടീഷനോട് കൂടിയായിരുന്നു കൊണ്ടുപോയിരുന്നത്. ആ തിരിച്ചെത്തിക്കലിന്റെ സാഹചര്യത്തിലാണ് ബാലമുരുകൻ ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് തമിഴ്നാട് പോലീസിന്റെ മൊഴി. തമിഴ്നാട് പോലീസ് ഇയാൾ ചാടിപ്പോയതുമായി ബന്ധപ്പെട്ട് കേരള പോലീസിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിൽ
വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് തമിഴ്നാട് പോലീസ് വന്നിരിക്കുന്ന സാഹചര്യങ്ങളിലും CCTV ദൃശ്യങ്ങളൊക്കെ കേരള പോലീസ് പരിശോധിച്ചു വരുന്നത്. അങ്ങനെ തന്നെയാണ് ആലത്തൂർ വെച്ച് ഭക്ഷണം കഴിക്കാൻ കൈവിലങ്ങ് അഴിച്ച ശേഷം പിന്നീട് കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നത് അങ്ങനെയാണ്. അതുമാത്രമല്ല, ജയിൽ വളപ്പിന് സമീപത്തെത്തിയ ശേഷമാണ് മൂത്രമൊഴിക്കാനെന്നുള്ള നിലയിൽ ബാലമുരുകൻ വണ്ടി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നതും അതിനുശേഷം ഒരു പോലീസുകാരനാണ് ഇയാളോടൊപ്പം പുറത്തിറങ്ങിയത്. ആ സമയത്ത് തന്നെയാണ് അയാൾ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇയാളുടെ ചെരുപ്പ് ജയിൽ വളപ്പിനുള്ളിൽ കണ്ടെത്തിയത് കൊണ്ട് കൂടുതൽ ഇപ്പോൾ അന്വേഷണം വ്യാപകമാക്കിയിരിക്കുന്നത് ജയിൽ വളപ്പിനുള്ളിൽ തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘം ഈ ജയിൽ വളപ്പിനുള്ളിൽ പരിശോധന നടത്തി വരുന്നുണ്ട്. മാത്രമല്ല, ഭവി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ഇത്തരം ഒരു ടെൻഡൻസിയുള്ള ആളാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കി നൽകിയിരിക്കുന്ന ഒരു പ്രതി കൂടിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിക്കാനുള്ള സാഹചര്യം ഏറെയാണ്. അത് ഒരു പറഞ്ഞ പോലെ ഈ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ജയിൽ ചാട്ടമാണോ രക്ഷപ്പെടലാണോ എന്നുള്ള കാര്യത്തിലും മറ്റു സഹായങ്ങൾ തേടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം. അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതിയെ ഇതുവരെ ലഭിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല. അതിനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ജയിൽ വളപ്പിനുള്ളിൽ മാത്രമല്ല, മൊത്തത്തിൽ പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട്, അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ജയിൽ വളപ്പിനുള്ളിൽ നിന്ന് ബാലമുരുകന്റെ ചെരുപ്പ് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഡോഗ് സ്ക്വാഡ് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഭവ്യ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ 19-കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊന്ന കേസിൽ പ്രതി അജിൻ റെജി മാത്യു കുറ്റക്കാരൻ. പത്തനംതിട്ട അയിരൂർ സ്വദേശിനി കവിത കൊല്ലപ്പെട്ട കേസിലാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയുടെ സുപ്രധാന വിധി. ഇവന്റെ ശല്യം നേരത്തെ ഉണ്ടായിരുന്നതായിട്ട് കവിത അമ്മയോടൊന്നും പറഞ്ഞിരുന്നു. ഇവരൊന്നിച്ച് പഠിച്ചവരാണ്. +1 +2 ഒന്നിച്ച് പഠിച്ചത്. നമ്മളെപ്പോഴാ അറിയുന്ന അന്നത്തെ ദിവസം? അന്ന് കുഞ്ഞ് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോട്ട് കോളേജിലോട്ട് പോയി. ബസ് ഞങ്ങളോട് പറഞ്ഞ് അതിൻ്റെ ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് ചെന്നപ്പോൾ എല്ലാം ഇങ്ങനെയൊക്കെ എനിക്ക് അറിയത്തില്ല. കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞല്ലോ, ശിക്ഷ കൊടുക്കണമെന്നാണ് നമ്മള് പരമാവധി ശിക്ഷ. അതിന് തൂക്കുകയറ് കൊടുക്കണമെന്നാ പറഞ്ഞത്. അതിന്റെ പ്രായം അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം. അതിന് പരമാവധി അതിന് തൂക്കുകയറ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ പയ്യനെ നേരത്തെ അറിയാമോ? ഇങ്ങനെ ഉപദ്രവം വല്ലതും ഉള്ളതായിട്ട് മകൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അന്ന് നമ്മൾ എന്തായിരുന്നു അറിഞ്ഞത്? അന്ന് മോക്ക് ആക്സിഡന്റ് പറ്റി ചെല്ലാനാണ്. പെട്രോൾ പമ്പിൽ നിന്നുള്ള സാക്ഷികൾ, അതോടൊപ്പം തന്നെ പ്രതി ATM കാർഡ് സ്വൈപ്പ് ചെയ്താണ് പണം കൊടുത്തത് 250 രൂപ. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, പിന്നെ ഒക്കറൻസ് കൃത്യസ്ഥലത്തു നിന്നുള്ള CCTV ഫുട്ടേജ്, അതിൻ്റെ ആ CCTV ഫുട്ടേജിൽ കാണുന്നത് പ്രതിയാണെന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പിന്നെ പട്ടാപ്പകൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ നിരവധി ദൃക്സാക്ഷികളുണ്ടായിരുന്നു. ശശി നാരായണൻ നൽകും വിവരങ്ങൾ. ശശി, 2019 മാർച്ച് 12-നാണ് കേരള മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ച പേടിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നത്. സഹപാഠിയായ പെൺകുട്ടിയാണ് ഇത്തരത്തിൽ പ്രണയബന്ധം നിരസിച്ചു എന്നതിന്റെ പേരിൽ കുത്തി പരിക്കേൽപ്പിച്ച് കത്തിച്ചു കൊന്നത്. ഇപ്പോഴെന്തായാലും കോടതി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. വിധി എന്നത്തേക്കാണ്? ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഗൗരവമുള്ള കേസാണ്. രണ്ടുപേരും പ്രണയത്തിലായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രണയബന്ധം നിരസിച്ചതിനെ തുടർന്നാണ് 2019 മാർച്ച് 12-ാം തീയതി പകൽ സമയത്ത് പ്രതിയായ തിരുവല്ല സ്വദേശി അജിൻ റെജി മാത്യു കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം പിന്നീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ഈ കവിതയും ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് ഉടൻ തന്നെ ആളുകൾ ഓടിക്കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ട്. പക്ഷേ 2 ദിവസത്തിന് ശേഷമാണ് കവിത പിന്നീട് മരണമടഞ്ഞത്. എന്തായാലും ആ മരണമൊഴിയാണ് ഇപ്പോൾ കേസിൽ പ്രധാനമായും നിർണായകമായിരിക്കുന്നത്. ആ മരണമൊഴിയിൽ കൃത്യമായി കാര്യങ്ങൾ പറയും. അതെല്ലാം പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട കാര്യം. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറയുക. എന്തായാലും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വരും ദിവസം മറ്റന്നാളിലാണ് വിധി ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുക. അതിലുപരി പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടുള്ളത്. അത് മാതാപിതാക്കളും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. രണ്ടുപേരും +1-നും +2-നൊക്കെ ഒന്നിച്ചൊരു ക്ലാസ്സിലാണ് പഠിച്ചത്. പക്ഷെ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്ന കാര്യം വീട്ടുകാർക്ക് അത്ര അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അത് പ്രണയം നിർത്തിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. പ്രതി ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ച കാര്യങ്ങളും ATM നിന്ന് പണം പിൻവലിച്ചതും ഒപ്പം CCTV ദൃശ്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷണ സംഘത്തിന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്.
മറ്റന്നാളിൽ അതായത് ഈ കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ട് സാക്ഷിമൊഴികൾ അത് ഏറെ നിർണായകമായല്ലേ? കൃത്യമായ സാക്ഷിമൊഴികളും ഈ സാക്ഷിമൊഴികളൊക്കെ കൃത്യമായി സമർപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണ് എന്നതിലേക്ക് തന്നെ കോടതിയെ കൊണ്ടെത്തിച്ചത് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. സാക്ഷിമൊഴികളെല്ലാം കൃത്യമായിരുന്നു. ഒരു സാക്ഷി പോലും കൂറുമാറുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷേ ഇതിലത്തെ തെളിവുകൾ, വലിയ തെളിവുകൾ ഇത് കൃത്യമാണ്. CCTV ദൃശ്യങ്ങൾ, ഒരു പെൺകുട്ടിയുടെ മരണമൊഴി, ഒപ്പം ഈ പറഞ്ഞ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ചോണ്ട് പോയത്, കാര്യങ്ങൾ, പൈസ പിൻവലിച്ചത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി എല്ലാം പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു, അതെല്ലാം ഹാജരാക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്താണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റന്നാൾ പ്രതിക്കുള്ള ശിക്ഷ വിധിക്കും. എന്തായാലും പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിക്കുക. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. മറ്റന്നാൾ കോടതി വിധിയുണ്ടാകും. മാതൃകാപരമായ ശിക്ഷ തന്നെ കോടതി വിധിക്കട്ടെ. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പ്രതി സുരേഷ് കുമാർ റിമാൻഡിലാണ്. വർക്കലയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് അക്രമിയുടെ ചവിട്ടേറ്റ് തെറിച്ചു വീണതിനെ തുടർന്ന് ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 19 വയസ്സുകാരിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഇപ്പോഴും പെൺകുട്ടി തുടരുന്നത്. ഡോക്ടർമാരുടെ കർശന നിരീക്ഷണത്തിലാണ് ഈ പെൺകുട്ടിയുള്ളത്. ബോധം വീണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമൊന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്ന് തന്നെയാണ് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ ആന്തരിക രക്തസ്രാവമാണ് ഒരു വെല്ലുവിളിയായി നിലനിന്നത്. തലയിലും അതോടൊപ്പം മറ്റ് ശരീരഭാഗങ്ങളുമേറ്റ മുറിവാണ് ഈ ആരോഗ്യസ്ഥിതി അല്പം വഷളാക്കുകയും കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുമൊക്കെ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് നയിച്ചത്. പിന്നീട് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ ഒരു സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ശരീരത്തിൽ ചതവ് ഏറ്റിട്ടുണ്ട്, ആഴത്തിൽ ചതവ് ഏറ്റിട്ടുണ്ട്, തലച്ചോറിലടക്കം ഈ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് ഈ പെട്ടെന്നുണ്ടായ വീഴ്ചയിൽ. എന്തായാലും വൈകാതെ തന്നെ ആരോഗ്യനിലയിൽ ഒരു നല്ല മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന മെഡിക്കൽ സംഘം. അതിനിടെ പ്രതി സുരേഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും വർക്കലയിൽ ഉൾപ്പെടെ എത്തിച്ച് ഈ സംഭവ സ്ഥലത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുക. PM ശ്രീ പദ്ധതി ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഇന്ന് കത്തയക്കും. കത്തിന്റെ കരട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് കത്ത് നൽകുക. CPIക്ക് പുറമെ CPM സംസ്ഥാന കമ്മിറ്റിയിലും ധാരണാപത്രം ഒപ്പിട്ടതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇന്ന് ചേരുന്ന CPI സംസ്ഥാന കൌൺസിൽ യോഗത്തിലും വിഷയം ചർച്ചയാകും. മുന്നണിയിൽ നിന്ന് പ്രത്യേകിച്ച് CPIയിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് PMC കരാറിൽ നിന്ന് പിന്മാറുന്നതിന് പകരം തൽക്കാലത്തേക്ക് പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തെ അറിയിക്കാൻ തീരുമാനമെടുത്തത്. ഏതാണ്ട് ഒരാഴ്ച ആയിട്ടും അതുമായി ബന്ധപ്പെട്ട കത്ത് കേന്ദ്രത്തിന് ലഭിച്ചിട്ടില്ല. ഇന്ന് ഈ കത്ത് കൈമാറുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിദ്യാഭ്യാസ വകുപ്പാകും കത്ത് കൈമാറുക. പക്ഷേ മുഖ്യമന്ത്രിയുടെ പരിശോധനയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം മാത്രമാകും ആ കത്ത് കൈമാറുക. സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭാ ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ PMC പദ്ധതി മരവിപ്പിക്കണമെന്ന ആവശ്യമാകും സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുക. എങ്ങനെയാണ് കേന്ദ്രം ഇതിൽ നിലപാടെടുക്കുക എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇന്ന് ചേരുന്ന CPI സംസ്ഥാന കൌൺസിലും ഈ വിവാദം ചർച്ച ചെയ്യുന്നുണ്ട്. CPI നേരത്തെ തന്നെ കടുത്ത നിലപാടെടുത്തിരുന്നു. കത്ത് വൈകുന്ന കാര്യത്തിൽ CPI ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉയരുമോ എന്ന് വ്യക്തമല്ല. കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിലും കരാറിൽ ഒപ്പിട്ടതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. മുന്നണിയുടെ പാർട്ടിയുടെ നയപരമായ തീരുമാനമല്ലാത്തൊരു കാര്യം എങ്ങനെയാണ് കരാറായി വരിക, എങ്ങനെയാണ് ഈ കരാറിൽ ഒപ്പിട്ടത്, എന്തുകൊണ്ടാണ് മുന്നണിയും മന്ത്രിസഭയും പാർട്ടിയുമൊക്കെ മറച്ചുവച്ചതെന്ന ചോദ്യം സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നു. വീഴ്ച പറ്റിയെന്ന് MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ മറുപടി നൽകി. അത് പിന്നീട് മാധ്യമങ്ങളോടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് തന്നെ കത്ത് നൽകി പദ്ധതി മരവിപ്പിക്കാൻ ആവശ്യമായുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കം. BLOമാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള വിവരശേഖരണത്തിനാണ് തുടക്കമായത്. അടുത്ത മാസം 4-ാം തീയതി വരെയാണ് വിവരശേഖരണം. ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടെ ഭാഗമാക്കി SIR ബോധവൽക്കരണ ക്യാമ്പയിൻ ശക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2025 നവംബർ 4 അതായത് ഇന്നു മുതൽ
വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇതിന്റെ പേര് SIR എന്നാണ്. ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് നൽകുന്ന എന്യൂമറേഷൻ ഫോം കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ നൽകുന്നുണ്ട്. അങ്ങനെ നമുക്കും സുതാര്യമായ ജനാധിപത്യത്തിന്റെ ഭാഗമാകും. സംസ്ഥാനത്ത് എന്തായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏറെ ശ്രദ്ധേയമായ കാര്യം, സംസ്ഥാന സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ എതിർപ്പ് നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമാകുന്നത്. വെറുതെ അങ്ങ് തുടക്കമാവുകയല്ല എന്നുള്ളതാണ്. സിനിമാ താരങ്ങളെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കൃത്യമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ടാണ് SIR നടപടികൾക്ക് സംസ്ഥാനത്തിന് തുടക്കമാകുന്നത്. അതേസമയം തന്നെ ഇന്ന് SIRുമായി ബന്ധപ്പെട്ട ചില ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ എതിർപ്പ് ഉന്നയിക്കുന്ന അതേ സാഹചര്യത്തിൽ പോലും സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേ സമയത്ത് തന്നെ തൊട്ടയൽപ്പക്കമായ സംസ്ഥാനത്ത് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യമുണ്ട്. VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, വെറുതെ അങ്ങ് തുടങ്ങിയതല്ല, സംസ്ഥാനത്തെ മികച്ച താരങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് ഇപ്പോൾ SIRന് തുടക്കം കുറിച്ചിരിക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. വലിയ വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലടക്കം 12 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വിവാദങ്ങളും കത്തുകയാണ്. കാരണം തമിഴ്നാട് ഇതിനകം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. പശ്ചിമ ബംഗാൾ ഇന്ന് വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയാണ്. കേരളവും നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ബുധനാഴ്ച സർവകക്ഷി യോഗം ചേർന്ന് അതിലൊരു തീരുമാനമെടുത്ത് സുപ്രീം കോടതിയിൽ അടക്കം പോകുന്ന കാര്യമാണ് ആലോചിക്കുന്നത്. പക്ഷേ അപ്പോഴും നിയമപ്രശ്നം അവശേഷിക്കും. കാരണം ഇങ്ങനെ ഒരു നടപടിക്രമം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അവസാനിപ്പിക്കുക പ്രയാസമാണ്. പക്ഷേ തമിഴ്നാടാകട്ടെ മുൻകൂട്ടി തന്നെ സുപ്രീം കോടതിയിലേക്ക് പോവുകയും ചെയ്തു. ഇതിൻ്റെ നടപടികൾ ഗവർണറെ കണ്ടാണ് സംസ്ഥാനത്ത് ഔദ്യോഗികമായി തുടങ്ങിയത്. രാജ്ഭവനിലേക്ക് എത്തുകയും ഉദ്യോഗസ്ഥർ അവിടെ ഫോം നൽകുകയും അതിൻ്റെ ഔപചാരികമായ തുടക്കം ഇടുകയും ചെയ്തു. ഇന്ന് ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ളവർക്ക് അത്തരത്തിൽ ഫോം നൽകിക്കൊണ്ട് ഇതിൻ്റെ സംസ്ഥാന വ്യാപകമായി തന്നെ അതിന് വലിയ പ്രചാരം നൽകിക്കൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഈ ഡിസംബർ 9 കൂടിയാണ് ആദ്യത്തെ പട്ടിക വരുന്നത്. അതിനുശേഷം പരാതി നൽകാനുള്ള അവസരമുണ്ട്. അത് ജനുവരി മാസത്തിൽ അവസാനം അതിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിക്കും. പിന്നീട് അടുത്ത വർഷമാണ് 2026 ജനുവരിയിലാണ് ഇതിനുള്ള സമയം പൂർണ്ണമായി അവസാനിക്കുന്നത്. ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നതും ഈ വിവാദം തന്നെയാണ്. കാരണം എന്തുകൊണ്ട് PM ശ്രീ പോലൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വലിയ വിവാദത്തിലും ഉപസമിതിയെ വയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ കാര്യത്തിലും SIRൻ്റെ കാര്യത്തിലും സംസ്ഥാനം ഒരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ ഒരു തണുപ്പൻ നിലപാടെടുക്കുന്നുവെന്ന കാര്യമാണ് ആരോപണമായി ഉയർന്നു വരുന്നത്. UDFും LDFും ഒരുപോലെ എതിർക്കുന്ന കാര്യമാണ്. കാരണം ബീഹാറിൽ ഈ പട്ടിക പരിഷ്കരിക്കുമ്പോൾ വലിയ തോതിൽ ആളുകൾ പുറത്തുപോയി എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി അടക്കം പ്രചരണത്തിന്റെ ഒരു ആയുധമാക്കി മാറ്റിയത് SIRലെ കേന്ദ്ര ഇടപെടൽ ഉണ്ടെന്ന ആരോപണമാണ്. അവിടെയാണ് വിനോദ്, SIRനെ തീർത്തും സംസ്ഥാന സർക്കാർ എതിർക്കുകയാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ പോലും SIRനെതിരെ സംസാരിക്കാനോ SIRനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനോ സംസ്ഥാന സർക്കാർ മുതിരുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതേസമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഇവിടെ വലിയ തരത്തിൽ എതിർക്കുമ്പോൾ പോലും അതിനെതിരെ ഒരു സുപ്രീം കോടതിയെ സമീപിക്കാനൊന്നും സംസ്ഥാന സർക്കാർ മുതിരാത്തത്? അതുതന്നെയല്ലേ പ്രതിപക്ഷം CPM BJP ബാന്ധവുമെന്ന വിമർശനം ഉയർത്താൻ കാരണവും? തീർച്ചയായും PM ശ്രീയിൽ സംഭവിച്ചതും ഇതേ കാര്യം തന്നെയാണ്. മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ ഇത് ഒപ്പിടരുത് എന്ന കാര്യം പറയുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മൗനം പാലിച്ചു എന്ന വിവരമാണ് പിന്നീട് പുറത്തു വരുന്നത്. അതായത് ഒപ്പിട്ടിട്ടില്ല എന്ന ഒരു ധാരണയിൽ CPI നിൽക്കുമ്പോൾ അത് അതിനു മുൻപ് തന്നെ ഒപ്പിട്ട് കഴിഞ്ഞൊരു കാര്യമാണ്. പിന്നീട് ഇപ്പോൾ ഇത് മരവിപ്പിക്കുന്ന നിലയിലേക്ക് PM ശ്രീയിൽ സംഭവിക്കുന്ന കാര്യം അത് മരവിപ്പിക്കുന്ന നിലയിലേക്ക് അതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല. ഇപ്പോൾ ഒരു ഉപസമിതിയെ വെച്ച് പരിശോധിക്കുകയാണ്. ഇത് നേരത്തെ ആയിക്കൂടായിരുന്നോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. സമാനമായ സാഹചര്യം തന്നെയാണ് SIRലും ഉള്ളത്. സംസ്ഥാന സർക്കാരിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന ചോദ്യമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. കാരണം LDFും UDFും ഒരുപോലെ എതിർക്കുന്ന ഒരു കാര്യമാണ്. തമിഴ്നാടും പശ്ചിമ ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ എതിർത്തൊരു കാര്യമാണ്. അവിടെ തമിഴ്നാട് ഇതിനകം തന്നെ സർവകക്ഷി യോഗം ചേരുകയും അവിടെ പ്രമേയം പാസ്സാക്കുകയും അവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ബംഗാളിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് നിന്നിപ്പോൾ SIR നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചിട്ട് കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ എതിർപ്പോ അല്ലെങ്കിൽ അതിനെതിരെയുള്ള
പരാമർശങ്ങളോ ഉണ്ടാകുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. മാത്രമല്ല ഇനി സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുത്ത് സുപ്രീം കോടതിയിൽ പോകുമ്പോഴേക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞിരിക്കും. പിന്നീട് ഇത് നിർത്തുക എന്നത് പ്രായോഗികമായ കാര്യമാണോ, അല്ലെങ്കിൽ കോടതി അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടുമോ എന്ന സംശയമൊക്കെ അവശേഷിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടത്തുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം സർക്കാരിന് മുന്നിൽ സമയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അവസരം സർക്കാർ എടുത്തില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഭവ്യ, മറ്റ് വാർത്തയിലേക്ക്. പ്രധാനമന്ത്രിയുമായി സിറോ മലബാർ സഭാ നേതൃത്വം ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. ഫരീദാബാദിലെ അതിരൂപതയാക്കി ഉയർത്തിയതിനു ശേഷമുള്ള സൗഹൃദ സന്ദർശനമെന്നാണ് സഭാ നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ ഛത്തീസ്ഗഡിലെ വിഷയങ്ങൾ നരേന്ദ്രമോദിക്ക് മുന്നിൽ ഉന്നയിച്ചേക്കുമെന്നാണ് വിവരം. മതപരിവർത്തനം സഭയുടെ ലക്ഷ്യമല്ലെന്നും നേരിട്ട് ബോധിപ്പിക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രധാനമന്ത്രിയെ കാണുക. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേരുന്നു. ടോം, BJP സഭയുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ മുതലേ തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ വീണ്ടും പ്രധാനമന്ത്രിയുമായി സിറോ മലബാർ സഭാ നേതൃത്വം ഇന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന്റെ പ്രാധാന്യം അത് എത്രമാത്രമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാവുക? ഭവ്യ, കഴിഞ്ഞ ദിവസമായിരുന്നു ഫരീദാബാദ് രൂപതയെ അതിരൂപതയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനവും ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയുടെ ചുമതലയേറ്റെടുക്കൽ ചടങ്ങിൽ നടന്നത്. ആ ചടങ്ങിൽ വെച്ച് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു ഇന്ത്യയിലെ കത്തോലിക്ക സഭയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇന്ത്യയിലെ കത്തോലിക്ക സഭയാണ് രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം ആരോഗ്യ രംഗത്തും നടത്തിയ സംഭാവനകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഈ വിഷയത്തിന് പിന്നാലെ, അതായത് ഈ ചടങ്ങിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടുകൊണ്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ അദ്ദേഹത്തിനെ സമീപിച്ചത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് സഭാ നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ഫരീദാബാദ് അതിരൂപത അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര എന്നിവരുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും സഭയുടെ ആവശ്യങ്ങൾ ഇതാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടുത്തെ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗം ഒരു അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉൾപ്പെടെ സഭാ നേതൃത്വം പ്രധാനമന്ത്രിക്ക് മുന്നിൽ ബോധിപ്പിക്കുകയും പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഒരു വിഭാഗം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഈ വിഷയമടക്കം സഭാ നേതൃത്വം ചൂണ്ടിക്കാണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രധാനമായും ക്രൈസ്തവ സഭകൾ നേരിടുന്ന ഒരു വലിയ ആക്ഷേപം രാജ്യത്ത് മതപരിവർത്തനത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ചില മേഖലകളിൽ, വടക്കേ ഇന്ത്യയിലെ ചില മേഖലകളിൽ മതപരിവർത്തനത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെയാണ് സംഘപരിവാർ സംഘടനകളുടെ വലിയ പ്രക്ഷോഭവും അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണവും ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് ഈ മതപരിവർത്തനത്തോട് താല്പര്യമില്ല, അത്തരമൊരു ഉദ്ദേശമില്ല, ലക്ഷ്യമില്ല എന്ന കാര്യം കൃത്യമായും പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കും. അത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, കാരണം അത് ഇന്ത്യയിൽ പല മേഖലകളിലും പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് ഈ രീതിയിലുള്ള മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. പക്ഷെ അതിൻ്റെ ആക്ഷേപം പൂർണ്ണമായും ഈ ക്രൈസ്തവ സഭ ഒന്നടങ്കം ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ആ തെറ്റിദ്ധാരണ മാറ്റും. കത്തോലിക്ക സഭയുടെ മുന്നിൽ മതപരിവർത്തനം ലക്ഷ്യമല്ല, ഇവിടുത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമാണ് പ്രധാനമായും പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇക്കാര്യം പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കും. തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള ശ്രമങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നം, പ്രത്യേകിച്ചും കേരളത്തിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, മലയോര മേഖലകളിലെ വിഷയങ്ങൾ, ഈ പ്രശ്നങ്ങളടക്കം പ്രധാനമന്ത്രിക്ക് മുൻപാകെ ചൂണ്ടിക്കാണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമുക്കറിയാം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രൈസ്തവ വിഭാഗവുമായി അടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെയാണ് ആ ശ്രമങ്ങൾക്കൊക്കെ ഛത്തീസ്ഗഡ് വിഷയം വലിയ ക്ഷീണമുണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ആ വലിയ ക്ഷീണം ഈ ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് BJPക്ക് അടക്കം. അപ്പോൾ അതുകൂടി പരിഹരിക്കുക എന്നൊരു ഉദ്ദേശം, ഒരു രാഷ്ട്രീയ ഉദ്ദേശം ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ടോ? തീർച്ചയായും. കാരണം നമുക്കറിയാം ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെയായിരുന്നു
സഭയും ഈ BJPയും തമ്മിലൊരു അകൽച്ച ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് BJPയുടെ പുനഃസംഘടനയിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർക്ക് വലിയ പരിഗണന നൽകുന്നത്. മാത്രം അതോടൊപ്പം ഷോൺ ജോർജ്, അനൂപ് ആന്റണി തുടങ്ങിയ നേതാക്കന്മാർക്ക് പരിഗണന നൽകുന്നു. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൂടുതൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പരിഗണിക്കുന്നു. അങ്ങനെ സഭയുമായുള്ള അടുപ്പം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള, അതായത് ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിലെ വലിയ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുകയും കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടെ അത് മുറിവുണ്ടാക്കുകയും ചെയ്തു എന്നൊരു പ്രതീതിയൊക്കെ ഉള്ളത്. പക്ഷെ അത് മാറ്റാൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പക്ഷേ BJPയും കളമൊരുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സഭയെ സംബന്ധിച്ച് അത്തരം രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ലക്ഷ്യമല്ല സഭയ്ക്കുള്ളത്. സഭയെ നേരിടുന്ന ക്രൈസ്തവ സമൂഹം രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ, അതിക്രമങ്ങൾ, ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകണം. അതോടൊപ്പം തന്നെ മറ്റു പല സാമൂഹികപരമായിട്ടുള്ള വിഷയങ്ങളിൽ, രാജ്യത്ത് കാർഷിക വിഷയങ്ങളിലടക്കം പ്രധാനമന്ത്രിക്ക് മുൻപാകെ സഭയുടെ ആവശ്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയുമാണ് ഈ കൂടിക്കാഴ്ച കൊണ്ട് സഭ ലക്ഷ്യം വെക്കുന്നത്. ഭവ്യ. ടോം കുര്യാക്കോസ് വിവരങ്ങൾ നൽകി. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ SIT. ഹൈക്കോടതിയിൽ അടുത്ത ദിവസം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത്. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യലിനായി വൈകാതെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയേക്കും. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട മൂന്നാമത് അറസ്റ്റ് ചെയ്ത മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും അന്വേഷണ ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകളും ശേഖരിച്ച തെളിവുകളും തുടരന്വേഷണത്തിന്റെ ശൈലി എങ്ങനെയായിരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിവരം. പത്മകുമാറിനെയും സമാനമായ തരത്തിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി വൈകാതെ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഈ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ കടുത്ത നടപടികളിലേക്ക്, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. ഇനി ആഴ്ചകൾ മാത്രമാണ് അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ബാക്കിയാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ. 48 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് പദയാത്രയും തുടങ്ങി. BJPയുടെ പദയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നും ഭരണം നിലനിർത്തുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് CPM ഉള്ളത്. തുടർച്ചയായി ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്. 2010 വരെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ 2010-ൽ 40ഓളം സീറ്റ് നേടിയ കോൺഗ്രസ് പിന്നീട് നേരെ താഴെ പോവുകയായിരുന്നു. 15 ആകുമ്പോൾ അത് തുടർച്ചയായി ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്. 2010 വരെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ 2010-ൽ 40ഓളം സീറ്റ് നേടിയ കോൺഗ്രസ് പിന്നീട് നേരെ താഴെ പോവുകയായിരുന്നു. 15 ആകുമ്പോൾ അത് പകുതിയായി കുറഞ്ഞു. 20 വാർഡുകളിലേക്ക് എത്തി, 21 വാർഡുകളിലേക്ക് എത്തി. 2020 ആകുമ്പോൾ അത് 10 വാർഡുകൾ ചുരുങ്ങുകയായിരുന്നു കോൺഗ്രസ്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് അതിശക്തമായ പോരാട്ടം നടത്തുമെന്ന സൂചന നൽകിയാണ് കെ ശബരിനാഥനെ, മുൻ MLA കെ ശബരിനാഥനെ KPCC ജനറൽ സെക്രട്ടറി മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ആദ്യമേ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചവർ പ്രചരണരംഗത്തും സജീവമായി കഴിഞ്ഞു. നിയമമണ്ഡലത്തിൽ നിന്ന് കെ മുരളീധരൻ നയിക്കുന്ന യാത്രയും ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. ഭരണം പിടിച്ചെടുക്കാം എന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത്തവണ UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ UDF ഈ രീതിയിൽ രംഗത്തിറങ്ങും മുമ്പ് നേരിട്ടുള്ള LDF CPM BJP പോരാട്ടമാകും നഗരസഭാ ഭരണത്തിന് വേണ്ടി എന്ന സൂചനകളാണ് ആദ്യമൊക്കെ, ആ പ്രതീതിയാണ് ആദ്യം ഉണ്ടായത്. പക്ഷേ കോൺഗ്രസ് ഇറങ്ങിയതോടുകൂടി ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന പ്രതീതി ഇപ്പോൾ പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും CPM വലിയ ആത്മവിശ്വാസത്തിലാണ്. 51 സീറ്റ് കഴിഞ്ഞ തവണ നേടിയിരുന്നു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ BJP വാർഡ് പിടിച്ചെടുത്തു. അങ്ങനെ ഇത്തവണ ഭരണം നിലനിർത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് CPM ഇടത് മുന്നണിയും ഉള്ളത്. 2 ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. ഒരു തരത്തിലും ആശങ്കയില്ല.
ഭരണം നിലനിർത്തുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് CPM നേതാക്കൾ. കോർപ്പറേഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ ഈ കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം മഹാഭൂരിപക്ഷ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഭരിച്ചിട്ടുള്ളത്. അത് ആവർത്തിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് 26-ലധികം വരുന്ന ദേശീയ അന്തർദേശീയ അവാർഡ് വാങ്ങി ആർക്കും വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി പോലുമില്ലാതെ ഇത്രയും നന്നായി ഒരു അഴിമതി ആരോപണമില്ലാത്ത കോർപ്പറേഷൻ ജനങ്ങൾ LDF-നല്ലാതെ ആർക്കോട്ട് ചെയ്യും. LDF തന്നെ ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏത് നേതാവിനെ കൊണ്ട് അണിനിരത്തിയാലും BJP കോൺഗ്രസ് അണിനിരത്തിയാലും LDF ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് കഴിവുള്ള ശേഷിയുള്ള പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. BJP ആകട്ടെ കഴിഞ്ഞ 2 തവണയും ഭരണം പിടിക്കുമെന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പാർട്ടിയാണ്. പക്ഷേ 2 തവണയും അവർക്ക് അതിന് കഴിഞ്ഞില്ല. ഇത്തവണ ഏതായാലും നഗരഭരണം പിടിച്ചെടുക്കും. അമിത്ഷായുടെ നേരിട്ടുള്ള നിരീക്ഷണമുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഓരോ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണം പിടിച്ചെടുക്കുമെന്ന വലിയ പ്രതീക്ഷ BJPക്കും ഉണ്ട്. അവർ ഇതിനകം അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്നും മറ്റു നേതാക്കളായ V. മുരളീധരനും S. സുരേഷും അതുപോലെ തന്നെ DGP ഷീലേഖയും ഒക്കെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും യാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഈ പ്രകടന പത്രികയിലേക്കുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കലാണ്. പ്രവർത്തകരെ ആകെ ഇതുമായി ബന്ധപ്പെട്ട് ഉണർത്തിയെടുക്കുകയാണ് BJPയുടെ യാത്രകളുടെ ലക്ഷ്യം. ഏതായാലും വലിയ തർക്കങ്ങൾ BJPയിൽ ഇപ്പോഴുണ്ട്. ജയിക്കാനാവുന്ന സീറ്റുകളിൽ പലരും അവകാശവാദവുമായി ഒന്നിലധികം പേർ രംഗത്തുണ്ട്. VV രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയാകും ഒരുപക്ഷെ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുക. കവടിയാറിൽ ഒരുപക്ഷെ രാജേഷ് മത്സരിച്ചാൽ അവിടെ ഒരു ഗ്ലാമർ പോരാട്ടമായി ശബരിനാഥ് രാജേഷ് പോരാട്ടമായത് മാറുകയും ചെയ്തു. കഴിഞ്ഞ തവണ 1 വോട്ടിനാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നത്. ഏതായാലും BJPയും വലിയ പ്രതീക്ഷയിലാണ്. തിരുമലാനിൽ കൌൺസിലറുടെ ആത്മഹത്യയെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയാണ്. അതവർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക ചില കേന്ദ്രങ്ങൾ ഉയർത്തുണ്ടെങ്കിൽ പോലും BJPയും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കഴിഞ്ഞു. അങ്ങനെ 3 മുന്നണികളും അതിശക്തമായ പോരാട്ടം നടക്കുമ്പോൾ തലസ്ഥാന നഗരഭരണം പിടിക്കാൻ അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ബീഹാറിൽ ആദ്യഘട്ട വിധിയെഴുത്ത് മറ്റന്നാൾ. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം വൈകിട്ട് അവസാനിക്കും. 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുക. NDAയുടെ വനിതാ പ്രവർത്തകരുമായി മോദി ഇന്ന് സംവദിക്കും. മണ്ഡലങ്ങളിൽ റാലികൾ സംഘടിപ്പിച്ചാണ് ഇന്ത്യ സഖ്യം പ്രചാരണത്തിൽ സജീവമാകുന്നത്. ER രാകേഷ് വിവരങ്ങൾ നൽകും. ER, മറ്റന്നാളാണ് ആദ്യഘട്ട വിധിയെഴുത്ത്. പക്ഷെ അപ്പോൾ പോലും അവസാന മണിക്കൂറിൽ പോലും ഈ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ പോലും ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ കളം നിറയുകയാണ് അല്ലെ? അതെ ഭവ്യ, ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് മുന്നണികൾ. കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ വിമർശനമടക്കം ആയുധമാക്കുന്നുണ്ട്. അതിന് മറുപടി പറയുന്നുണ്ട് ഇന്ത്യ സഖ്യം. പ്രത്യേകിച്ച് തോക്ക് ചൂണ്ടി തോക്കിന് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് തേജസ്വി യാദവിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം നേടിയെടുത്തെന്ന കടുത്ത വിമർശനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം. അത്തരത്തിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാവുകയാണ്. ഏതായാലും വലിയ പ്രതീക്ഷ ഇന്ത്യ സഖ്യം ഈ ഘട്ടത്തിൽ പുലർത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2022 ഇന്ത്യ സഖ്യം ഈ ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രകടനം നിർണായകമായിരുന്നു. കാരണം 121-ൽ 61 സീറ്റുകൾ അന്ന് വിജയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. പ്രത്യേകിച്ച് JDUവിൻ്റെ അടക്കം പല ശക്തി കേന്ദ്രങ്ങളിലും മുന്നേറ്റം RJD നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് RJD നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നത്. ഏതായാലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ ബീഹാറിൽ പ്രചാരണത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം വനിതാ പ്രവർത്തകരുമായി NDAയുടെ വനിതാ പ്രവർത്തകരുമായാണ് സംവദിക്കുന്നത്. 3:30 വനിതാ പ്രവർത്തകരുമായി മോദി സംവദിക്കുന്നത്. ഇന്ത്യ സഖ്യമാകട്ടെ റാലികൾ സംഘടിപ്പിച്ച് ഓരോ മണ്ഡലത്തിലും റാലികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവസാന ദിനത്തിൽ പ്രചാരണത്തിൽ സജീവമാകുന്നത്. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഒന്നാം ഘട്ടത്തിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഏതായാലും മറ്റന്നാൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 121 മണ്ഡലങ്ങളിൽ അതിൽ തന്നെ 16 മന്ത്രിമാർ മത്സരിക്കുന്നുണ്ട്. 11 പേർ BJPയിൽ നിന്ന്,
മറ്റുള്ളവർ JDUവിൽ നിന്ന്. ഒപ്പം തേജസ്വി യാദവ് നിലവിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അദ്ദേഹം രാഘോപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. ആ മണ്ഡലത്തിലെ വോട്ടെടുപ്പും ഒന്നാം ഘട്ടത്തിലാണ്. അങ്ങനെ താര സ്ഥാനാർത്ഥികളുടെ മത്സരത്തിന് കൂടി വേദിയാവുകയാണ് ബീഹാറിലെ ഒന്നാം ഘട്ടം. ഏതായാലും വൈകിട്ട് 6 മണിയോടുകൂടി പ്രചാരണം അവസാനിക്കും. വലിയ പ്രതീക്ഷ ഏതായാലും രണ്ട് മുന്നണികളും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഭവ്യ. ആത്മകഥാ വിമർശനത്തിൽ പ്രതികരണവുമായി EP ജയരാജൻ. എല്ലാവരും പുസ്തകം വായിക്കട്ടെ, വായിച്ചാൽ എല്ലാത്തിനും വ്യക്തത വരും. എന്നിട്ടും സംശയം വരികയാണെങ്കിൽ കണ്ണൂരിൽ പരിപാടി സംഘടിപ്പിക്കും, അവിടെ വെച്ച് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുമെന്നും EP. ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ, വായിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ കണ്ണൂരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ആ ദിവസം അവിടത്തേക്ക് വരും. നിങ്ങൾ പുസ്തകം വായിച്ചില്ല എന്ന് വ്യക്തം. നിങ്ങൾ അത് വായിച്ചിട്ടില്ല, നിങ്ങൾ അത് വായിച്ചിട്ടില്ല. വായിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ വരൂ, നമുക്ക് ഒന്നിച്ച് അവിടെ നിന്ന് പറയാം. പാകിസ്ഥാൻ ഭൂഗർഭ ആണവായുധ പരീക്ഷണങ്ങൾ തുടരുന്നെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ, ചൈന, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ആണവ പരീക്ഷണം നടത്തുന്നതിനാൽ US-നും പരീക്ഷണം നടത്തേണ്ടത് അനിവാര്യമാണെന്നും ട്രംപ്. പാകിസ്ഥാനെയും ചൈനയെയും സംബന്ധിച്ച ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത്. VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രദ്ധേയം. ഒന്ന്, പാകിസ്ഥാൻ ഭൂഗർഭ ആണവായുധ പരീക്ഷണങ്ങൾ തുടരുന്നു എന്ന് ട്രംപ് പറയുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആണവ പരീക്ഷണങ്ങൾ മറ്റ് രാജ്യങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ US-നും പരീക്ഷണം നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധേയമായത്. ഇതിൽ ഇന്ത്യയുടെ പ്രതികരണം എന്താണ്? പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭൂഗർഭ ആണവായുധ പരീക്ഷണങ്ങൾ തുടരുന്നു എന്നുള്ള പ്രസ്താവനയിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ടോ? ഇന്ത്യക്ക് ആശങ്കയുണ്ടോ? ഭവ്യ, ഈ പഹൽഗാം ആക്രമണം കഴിഞ്ഞ ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളാവുന്ന നിലയാണ്. അത് സൈനിക നടപടി കൊണ്ട് മാത്രമല്ല, പാകിസ്ഥാനിലേക്ക് ജലം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ പ്രസ്താവന വരുന്നത്. പാകിസ്ഥാൻ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തുന്നു, അത് ഭൂഗർഭ പരീക്ഷണമാണ് നടത്തുന്നത്. പാകിസ്ഥാൻ മാത്രമല്ല, ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ നിലയിലേക്ക് പോകുന്നു. പക്ഷേ അവർ അക്കാര്യം പുറത്ത് പറയുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ച് അത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ അത്തരം പരീക്ഷണങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ആണവ നിർവ്യാപനത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് വീണ്ടും അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ട്രംപിൻ്റെ ഈ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി തന്നെ അതിന് പലതരം വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. കാരണം പാകിസ്ഥാനിൽ സൈനിക കേന്ദ്രം തുറക്കുന്നതിന് വേണ്ടിയുള്ള നടപടി അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പാകിസ്ഥാനും സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഒക്കെ നേരിടുന്ന ഭീഷണിയുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. സൗദി സമ്പന്ന രാഷ്ട്രമാണെങ്കിലും അവർ ആണവശക്തിയല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി ഒരു കരാറിലേക്ക് പോകുന്ന നടപടികളുമായി സൗദിയും പാകിസ്ഥാനും മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഈ ആണവ പരീക്ഷണം രഹസ്യമായി നടത്തുന്നുവെന്ന ട്രംപിൻ്റെ വാദം. അമേരിക്കയുമായി പാകിസ്ഥാൻ അടുത്തെങ്കിൽ കൂടി നേരത്തെ തന്നെ ഈ ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ടും ചൈനയുമായി ബന്ധപ്പെട്ടും ആയുധ ഇടപാടുകൾ പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ ആണവ പരീക്ഷണത്തിന് ചൈനയുടെ നിശബ്ദമായ പിന്തുണയുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ച് മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു പ്രതികരണം. 98-ന് ശേഷം ഇന്ത്യ ഇതുവരെ ഒരു ആണവ പരീക്ഷണം നടത്തിയിട്ടില്ല. ആണവ ആക്രമണം ഉണ്ടായാൽ ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കില്ല ആദ്യത്തെ ആക്രമണം നടത്തുക എന്നൊരു നിലപാട് രാജ്യം കൈക്കൊണ്ടിട്ടുമുണ്ട്. അതേസമയം തന്നെ 9 രാജ്യങ്ങൾ ഇപ്പോൾ ഫ്രാൻസും UK-യും US-ഉം ഇന്ത്യയും ചൈനയും റഷ്യയും ഉത്തര കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ, ഇവർക്കെല്ലാം തന്നെ ആണവായുധങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ തോത് വ്യത്യസ്തമാണ്. ഒരുപക്ഷെ അമേരിക്ക അവകാശപ്പെടുന്നത് ഈ ലോകത്തെ തന്നെ ഒരു 150 പ്രാവശ്യമെങ്കിലും തകർക്കുന്നതിന് വേണ്ടിയുള്ള ആണവ ശക്തി തങ്ങളുടെ കൈവശം ഉണ്ട് എന്ന കാര്യമാണ്. എല്ലാ രാജ്യങ്ങളും, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ആണവശക്തിയായിട്ടുള്ള രാജ്യങ്ങളാണ്. പക്ഷേ നിർവ്യാപനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് പാകിസ്ഥാൻ വീണ്ടും ആണവ പരീക്ഷണം നടത്തുന്നു എന്ന ട്രംപിൻ്റെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലും അതിൽ ഇന്ത്യ ഒരു ജാഗ്രതാ നിലപാടിലേക്ക് പോകുന്ന സാഹചര്യവും. ഭവ്യ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ആഗോള ശ്രദ്ധയാകർഷിച്ച ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വിധി ദിനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച ഇന്ത്യൻ വംശജനായ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി സഹ്റാൻ മംദാനിയാണ് അഭിപ്രായ സർവേകളിൽ മുന്നിൽ. ലൈംഗികാതിക്രമ കേസിൽ ഉൾപ്പെട്ട ന്യൂയോർക്ക് മുൻ ഗവർണർ ആൻഡ്രൂ കോമോ,
റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കർട്ടിസ് സ്ലീവ എന്നിവരാണ് മംതാനിയുടെ എതിരാളികൾ. ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ കോമോ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. ന്യൂയോർക്കിൽ നിന്ന് വിവരങ്ങളുമായി സജിമോൻ ആന്റണി ചേരുന്നുണ്ട്. ശ്രീ സജിമോൻ ആന്റണി, എന്തായാലും മംതാനിയാണ് അഭിപ്രായ സർവേകളിൽ അടക്കം മുന്നിൽ നിൽക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും ഇതൊരു ഹ്യൂജ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് അമേരിക്കയിൽ നിന്നും. റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആയ അമേരിക്കയുടെ പ്രസിഡന്റാണ്, പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധാനം ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡറെ ആൻഡ്രൂ കുമോയെ ഇപ്പോൾ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു പ്രതിനിധിയാണ് കാണുന്നത്. പെട്ടെന്ന് ഓർത്തു പോകുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ഷന്റെ സമയത്തൊക്കെ ഇങ്ങനെ ലൈൻ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്ത് എതിരാളികളെ തോപ്പിക്കുന്ന ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ട്. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന, അതായത് ഇപ്പോൾ ഇവിടെ രാത്രിയാണ്, നാളെ കാലത്ത് നടക്കാൻ പോകുന്ന നവംബർ 4 നടക്കുന്ന US സ്പെഷ്യൽ ഇലക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 3-4 കാര്യങ്ങളിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, 6 US കോൺഗ്രസ് സീറ്റിലേക്കുള്ള മത്സരം നടക്കുന്നുണ്ട്. അവിടെ 3-3 എന്നുള്ളതാണ് കട്ടയ്ക്കാനുള്ള ഒരു ബാലൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊരു മാറ്റം വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം 435 US കോൺഗ്രസ് സീറ്റ് ഉണ്ടെങ്കിൽ 219 റിപ്പബ്ലിക്കിന്റെ കയ്യിലും 214 ഡെമോക്രാറ്റിന്റെ കയ്യിലുമാണ്. അപ്പൊ 5 സീറ്റിന്റെ മെജോറിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പം 6 സീറ്റിന്റെ മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്ന്. രണ്ടാമത്, അതോടൊപ്പം തന്നെ 2 ഗവർണർഷിപ്പിലേക്ക് ന്യൂജേഴ്സിയിലും വെർജീനിയയിലേക്കും നടക്കുന്നുണ്ട്. അവിടെയും കട്ടയ്ക്കുള്ള പോരാട്ടമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിലും ഉപരി ന്യൂയോർക്ക് മേയറിന്റെ ആ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ട്രംപ് ബാലറ്റിലില്ല, എന്നാൽ എവിടെയും ട്രംപ് ആണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് 6% ലേറ്റസ്റ്റ് പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ സുറാൻ മന്ദാനി 6% മുന്നിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ട്രംപിന്റെ ഈ പാർട്ടി മാറിയുള്ള ആ ഒരു എൻഡോഴ്സ്മെന്റ് കാരണം ആ ഒരു 6% ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹ്യൂജ് വിൻ ഫോർ ട്രംപ്. ഇല്ല എങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ പോളിസികളും ഡൊണാൾഡ് ട്രംപിന്റെ പേഴ്സണാലിറ്റിയും എല്ലാം അമേരിക്കൻ ജനത റിജക്ട് ചെയ്യുന്നതിന്റെ ഒരു വേർഡിക്റ്റ് ആയിരിക്കും നാളെ ന്യൂയോർക്കിൽ കാണാൻ പോകുന്നത്. ഏതായാലും ന്യൂയോർക്ക് മാത്രമല്ല, ലോകമാകമാനം വളരെ ആകാംക്ഷയോടെയാണ് ഈ ഇലക്ഷൻ നോക്കിക്കാണുന്നത്. കാരണം ഒരു സൈഡിൽ വളരെ പ്രോഗ്രസീവ് സോഷ്യലിസ്റ്റ് ആയ സുറാൻ മന്ദാനിയും, അതിന് നമുക്കൊരു ഇന്ത്യൻ കണക്ഷൻ കൂടി ഉണ്ട്. സുറാന്റെ അമ്മ ഒരു മലയാളിയാണ്, മീര നായരാണ്. അതേസമയം സുറാന്റെ ഫാദർ എനിക്ക് തോന്നുന്നത് മെഹ്മൂദ് മംദാനി ഫ്രം ഉഗാണ്ട. 7 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഇവിടെ ന്യൂയോർക്കിൽ വരുന്നത്. ഇപ്പൊ 34 വയസ്സുണ്ട്. അപ്പൊ 27 വർഷമാണ് അദ്ദേഹം ഇവിടെ അമേരിക്കയിൽ ന്യൂയോർക്ക് സ്പെൻഡ് ചെയ്തത്. അവിടെ നിന്നുള്ള വലിയൊരു കാൽവയ്പായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതിനെ. അദ്ദേഹത്തിന്റെ പോളിസികൾ, അതായത് ഇവിടെ ഇപ്പൊ രാഷ്ട്രീയ വൃത്തങ്ങളും നിരീക്ഷകരും എല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായം പറയുന്ന ഇതാണ്. ട്രംപിന്റെ ഡയഗ്നോസ്റ്റിക്കും അതോടൊപ്പം സുറാൻ മന്ദാനിയുടെ ഇത് രണ്ടും മാച്ചിങ് ആണ്. എന്നാൽ രണ്ടുപേരും എന്താ പറയുന്നത്, അതിനുവേണ്ടി പ്രപ്പോസ് ചെയ്യുന്ന സൊല്യൂഷൻസ് രണ്ടും ടോട്ടൽ ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. ട്രംപ് ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടല്ല മംതാനിയെ കാണുന്നത്. ട്രംപ് മംതാനിയെ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് എപ്പോഴും പറയാറുള്ളത്. എന്നാൽ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആണ് എന്നുള്ളതാണ് ഫാക്ട്. എന്നാൽ ഈ ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം പേഴ്സണൽ ലെവലിലൂടെ ഈ ഒരു കോമ്പറ്റീഷൻ പോകുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ട്രംപ് പറയുന്നത് മംതാനി ഇലക്ട് ചെയ്യുകയാണെങ്കിൽ, ന്യൂയോർക്കാർ ഇലക്ട് ചെയ്യുകയാണെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് എല്ലാ ഫണ്ടിങ്ങും ന്യൂയോർക്കിൽ സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എന്തുമാത്രം വസ്തുതാപരമായിട്ട് അല്ല ദീപപരമായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ചലഞ്ചുകൾ ഇപ്പോൾ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്തെ അല്ലെങ്കിൽ മിനിങ്ങാന്ന് വരെ എപ്പോഴും ട്രംപ് കൂമയെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്താണ് ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. ട്രംപ് പറയുന്നത് എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് കുമോ ബട്ട് ദർ ഇസ് നോ ചോയ്സ്. ന്യൂയോർക്കേഴ്സിന് വേറൊരു ചോയ്സും ഇല്ല. അതുകൊണ്ടിട്ട് ക്രോസ് പാർട്ടി മാറി കൂമയ്ക്ക് വോട്ട് ചെയ്യണം എന്നാണ് ട്രംപ് ഇപ്പോൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. കൊല്ലം സ്വദേശിയായ 16-കാരനെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായി. കൊല്ലം കിളികൊല്ലൂർ കട്ടവള വീട്ടിൽ സജീവിന്റെ മകൻ സഹദിനെയാണ് കാണാതായത്. തിരുവനന്തപുരം മെഞ്ഞാറമൂട് പേരുമാല ദർസിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങിയതാണ് പിന്നീട് കാണാതാവുകയായിരുന്നു. കറുത്ത നിറത്തിലുള്ള പാന്റും വെള്ള നിറത്തിലുള്ള ഷർട്ടുമാണ് ധരിച്ചത്. വൈക്കത്ത് ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പൂത്തോട്ട സ്വാമി ശ്വാസി ദിഗാനന്ദ കോളേജിലെ BSc സൈബർ ഫോറൻസിക് വിദ്യാർത്ഥി N മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. കോളേജിലേക്കുള്ള ബൈക്കിൽ പോകുന്നതിനിടെ നാനാടത്ത് വെച്ചായിരുന്നു അപകടം. കൊച്ചിയിലെ സ്വകാര്യ ബസ് മിന്നൽ പണിമുടക്കിനെ വെല്ലുവിളിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സ്വകാര്യ ബസ് പണിമുടക്കിയാൽ ആ റൂട്ടുകളിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തും. പണിമുടക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബസ് സർവീസ് അവശ്യ സർവീസാണെന്നും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി. മിന്നൽ പണിമുടക്ക് നടത്തിയ എല്ലാ വണ്ടികളുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്.
ആ വണ്ടികളുടെ റൂട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ ആ റൂട്ടുകളിൽ KSRTC ബസ്സുകൾ ഓടും. ബസ് എത്തിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും സമരം ചെയ്യാം. 600ഓളം KSRTC ബസ്സുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനുള്ള ഡ്രൈവറെയും കണ്ടക്ടറെയും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വണ്ടികൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സമരം വേണമെങ്കിൽ ഇന്നും തുടരാം. നിങ്ങൾ സമരം ചെയ്തോളൂ. എത്ര ബസ് സമരം ചെയ്യുന്നു അത്രയും KSRTC ബസ്സുകൾ കൊച്ചി നഗരത്തിലേക്ക് ഇന്നും നാളെ എത്തും. നിങ്ങൾക്ക് ഒരു ആശങ്കയില്ല. വണ്ടി വന്നു തുടങ്ങി. എത്ര വണ്ടി വന്നു എന്ന ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ റൂട്ടാണ് അവർ ഏറ്റെടുത്തെന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ സമരം ചെയ്തവരെ മുമ്പിൽ KSRTC ബസ് ഉണ്ടാകും. പിൻവലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് ഞാൻ ഇവിടത്തെ വെച്ച് പറയാം. സമരം ചെയ്തു. ഇതൊരു എസെൻഷ്യൽ സർവീസാണ്. സാധാരണക്കാരായ ആളുകൾ ഈ കടകളിലുമൊക്കെ ജോലി ചെയ്യുന്ന സഹോദരിമാരും സുഹൃത്തുക്കളും ഒക്കെ ഒരു പണി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ വണ്ടിയില്ല. എല്ലാവരും മിന്നൽ പണിമുടക്കാണ്. ഇനി മിന്നൽ പണിമുടക്ക് കൊച്ചി നഗരത്തിൽ വേണ്ട. മിന്നൽ പണിമുടക്ക് ഇന്നലെ നടത്തിയ എല്ലാ വണ്ടിയുടെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. RTO ഇന്നലെ തന്നെ അവരുടെ റൂട്ട് KSRTC കൈമാറി. KSRTC ഇന്നലെ തന്നെ റൂട്ട് തയ്യാറാക്കി. വണ്ടി രാത്രിക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ ആ വണ്ടിയാണ് ഓടുന്നത്. ആ വണ്ടി തൽക്കാലം ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. എത്ര ദിവസം സമരം ചെയ്യുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ആ സമരം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോകാം. ഷൊർണൂർ മുണ്ടായിൽ 5 അടി നീളമുള്ള മൂർഖൻ പാമ്പിന് പിടികൂടി. വിവരമറിഞ്ഞെത്തിയ പട്ടാമ്പി ഫോറസ്റ്റ് സ്റ്റേഷനിലെ റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാടെത്തി പാമ്പിനെ പിടികൂടുകയും സെഷൻ ഫോറസ്റ്റ് സജയകുമാറിന്റെ നേതൃത്വത്തിൽ വനമേഖലയിൽ തുറന്നുവിടുകയും ചെയ്തു. സ്വർണ്ണ വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. 22 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 11,225, പവൻ 89,800. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,265, പവൻ 74,160. വെള്ളി ഗ്രാമിന് 161 കിലോയ്ക്ക് 1,61,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോർട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.